ലഡാക്കിലേക്കുള്ള യാത്രയുടെ മൂന്നാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആകെ അവശനായി പകുതി ബോധത്തോടെ പാങ്ങിൽ ഒരു ഡോർമെട്രിയിലെത്തി സ്റ്റേ ചെയ്തു. ഇതാ ഇവിടെയാണ് ഇന്നലെ നമ്മൾ കിടന്നത്. ഈ ടാറ്റ കാണിച്ച ആളെ ഒന്ന് നോക്കി വെച്ചോട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലഡാക്കാണ്. പാങ് ടു ലഡാക്ക് 265 കിലോമീറ്റർ ആണ്. ഏകദേശം ഉച്ച കഴിയുമ്പോഴത്തേക്കും എത്താമെന്നുള്ള കാൽക്കുലേഷനിൽ രാവിലെ 9 മണിയായപ്പോൾ യാത്ര തുടങ്ങിയാണ്. ഈ വീട്ടിലെ ചേച്ചി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. വെറുതെ അല്ല, വേൾഡ് ഹയസ്റ്റ് ട്രാൻസിറ്റ് ക്യാമ്പാണേ. 15,640 അടി ഉയരത്തിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. പാങ് കാഞ്ഞു പോഞ്ഞത് ഭാഗ്യം. നമുക്കൊന്നും ശീലമില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമായ മൂന്നാർ പോലും 4,900 അടി ഉയരമുള്ളൂ. എന്തായാലും ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചു. എന്നെ കാണാഞ്ഞിട്ട് സലീം വണ്ടി നിർത്തിയതാ. അവൻ എന്നെ പേടി. മിലിറ്ററി ക്യാമ്പ്. ഇതപ്പോ എത്ര വലിയ കാര്യം. 2 ദിവസം കണ്ടത് മൊത്തം മിലിറ്ററി ക്യാമ്പ് തന്നെയല്ലേ എന്നാണ് അവന്റെ മനസ്സിൽ. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോയുടെ ആദ്യം ടാറ്റ കാണിച്ച ആ ആളെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. അല്ല, അതിനു മുമ്പ് ഇന്നലെ രാത്രി പകുതി ബോധത്തോടെ വന്ന് കിടന്നുറങ്ങിയതാണ് ഈ ഹോം സ്റ്റേയിൽ. സലീമാണ് അവരോട് സംസാരിച്ചതും റൂം സെറ്റ് ചെയ്തതൊക്കെ. ഞാനിവിടെ എത്തി, വണ്ടി നിർത്തി, കുറച്ച് ചൂടുവെള്ളം കുടിച്ച് നേരെ കയറി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഷൂവോ കാൽമുട്ടിലെ ഈ നീ പാഡോ ജാക്കറ്റോ ഒന്നും അഴിക്കാതെ നേരെ കയറി കമ്പിളിയും പുതച്ച ഒരേ കിടപ്പാ. ആ വീട്ടിലെ ചേച്ചി ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അറിയോ ഓക്കെ എന്നൊക്കെ. ഫൈൻ എന്നൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്ത് ഫൈൻ? അവർ നല്ല കെയറിങ്ങും പരിചരണമൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോരുമ്പോൾ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ടാറ്റയൊക്കെ തന്നില്ലേ ആ ചേച്ചി. ഞാൻ ഓക്കെ ആയോന്ന് ഇടയ്ക്ക് രാത്രി സലീമിനോട് വന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. 1-2 പ്രാവശ്യം ഓക്സിജനൊക്കെ എടുത്ത് അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയതോ ഞാൻ. പിറ്റേ ദിവസമാണ് ഉണർന്നത്. ഞാൻ ഇടയ്ക്ക് വെള്ളം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് സലീമാണ് പറഞ്ഞത്. എനിക്കതൊന്നും ഓർമ്മയില്ല. മിക്കവാറും പറ്റിക്കാൻ പറഞ്ഞായിരിക്കും അവൻ. ഈ റോഡ് നോക്ക്, വീഗാലാൻഡിലെ തവളച്ചാട്ടത്തിൻ്റെ റൈഡിൽ കയറിയല്ലേ. അപ്പോൾ ഞങ്ങൾ രാത്രി കിടന്നപ്പോൾ അപ്പുറത്തൊരാൾ കിടക്കുന്നുണ്ടായിരുന്നു, ഒരു സ്ലൊവേനിയക്കാരൻ. രാവിലെയാണ് പരിചയപ്പെട്ടത്. ഈ മഹാനായ വ്യക്തി സൈക്കിൾ ചവിട്ടി വന്നേക്കാണ് ലഡാക്ക് കാണാൻ. ലഡാക്ക് മാത്രമല്ല, ഇന്ത്യ മൊത്തം സൈക്കിളിൽ കറങ്ങാൻ. മനുഷ്യനിവിടെ 10 മിനിറ്റ് തികച്ച് നടക്കാൻ പറ്റുന്നില്ല ഈ AMS കാരണം. നമിച്ചു. രാത്രി തണുപ്പ് അതികഠിനാണെന്ന് മനസ്സിലായത് പിറ്റേ ദിവസം പുറത്തിറങ്ങിയപ്പോഴാണ്. പൈപ്പിൻ്റെ താഴെ വടി പോലെ വെള്ളം ഇങ്ങനെ ഐസ് കട്ടയായി നിൽക്കണം. രാത്രി വെള്ളം പൈപ്പിൽ നിന്ന് ഇറ്റ് വീണതാ. ഈ കാഴ്ചയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. പല്ല് തേക്കാനൊക്കെ അവർ ചൂടുവെള്ളം തന്നു. ഒരു ചെറിയ ഹോം സ്റ്റേ സെറ്റപ്പ് ആയതുകൊണ്ട് കുളിക്കാനൊന്നും ചൂടുവെള്ളം കിട്ടാൻ വഴിയില്ല. പിന്നെ ആ മരച്ച വെള്ളത്തിൽ കുളിക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യാത്തതുകൊണ്ട് ഞാൻ ആലോചിക്കാനേ പോയില്ല. ടോയ്ലറ്റിൽ പോകുന്ന കാര്യമൊക്കെ കോമഡിയാണ്, അത് പറയുന്നില്ല. അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയട്ടെ. ഈ AMSനെ ആരും നിസ്സാരമായിട്ട് കാണണ്ട കേട്ടോ. ഒരു ഫേമസ് ആയ ട്രാവൽ ബ്ലോഗർ യോഗേഷ് സർക്കാർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നൊരു വാർത്ത കണ്ടിരുന്നു. അവൾ 12 പ്രാവശ്യം ലഡാക്ക് കറങ്ങി എക്സ്പീരിയൻസ് ഉള്ള പുള്ളി AMS കാരനാണ് പോയത്. അപ്പോൾ ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഷ്യോക്ക് റിവറാണ്. നല്ല ഭംഗിയിൽ നീല കളറിൽ ഒഴുകുന്ന ഈ പുഴ കുറച്ച് അപകടകാരിയാണ്. ഉറുദുവിൽ ഷ്യോക്ക് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ പുഴ എന്നാണ് അർത്ഥം. ലഡാക്ക് ഏരിയയിൽ നിന്ന് തുടങ്ങി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന 550 കിലോമീറ്റർ നീളമുള്ളൊരു ഭീകര നദി അത്. ഇവിടുത്തെ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം തീരെ കുറവാണ് ഈ സമയത്ത്. ഈ പുഴയ്ക്ക് അങ്ങനെ വീതിയോ ആഴമൊന്നുമില്ല. കണ്ടോ, വണ്ടികളൊക്കെ പുഴയിലിറക്കി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ. റോഡിൻ്റെ ലെവലിൽ നിന്ന് അധികം താഴ്ചയില്ല. ഇവിടുത്തെയൊക്കെ ഭൂമി കണ്ടോ,
എവിടെ മണ്ണ് കാണാനില്ല, മൊത്തം പാറയും മലകളും മാത്രം. വെൽക്കം ടു ലഡാക്ക്. ലഡാക്ക് എത്താറായി. ഇപ്പോൾ AMSന്റെ പ്രശ്നങ്ങളൊക്കെ മാറി, ബോഡി കാലാവസ്ഥയൊക്കെ ആയിട്ട് സെറ്റായി. സമയം 12:30 ആയപ്പോൾ തന്നെ ലഡാക്ക് എത്താറായി എന്ന് ബോർഡ് കണ്ടു. പക്ഷേ ഇല്ലേ 49 കിലോമീറ്റർ റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കല്ലേ, ഒരു വളവും തിരിവും ഒന്നുമില്ലാതെ. ഈ ലഡാക്കും ലേയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പലർക്കും സംശയം ഉണ്ടാവും. ഈ ലഡാക്ക് എന്ന് പറഞ്ഞാൽ ഈ ജമ്മു കാശ്മീരിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായി. ഈ ലഡാക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഒരു ടൗൺ ആണ് ലേ. അതായത് കേരളത്തിൽ തിരുവനന്തപുരം പോലെ. ഈ ലഡാക്ക് മുഴുവൻ മിലിറ്ററി ഏരിയ ആണ്. അവരുടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ. ഈ യൂണിയൻ ടെറിട്ടറി ആയതിനു ശേഷം മിലിറ്ററിക്കാരുടെ സാന്നിധ്യം കുറച്ച് കൂടുതലുമാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ കരു മിലിറ്ററി സ്റ്റേഷനിൽ കൂടിയാണ് പോകുന്നത്. ഈ ഏരിയയിൽ അത്യാവശ്യം വലിയൊരു മിലിറ്ററി ക്യാമ്പ് അത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ മിലിറ്ററിക്കാർ എനിക്കൊരു സഹായം ചെയ്തത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ജമ്മു ശ്രീനഗർ റൂട്ടിലായിരുന്നത്. ആ റൂട്ടും കൂടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. പക്ഷേ അത് പറയാൻ പറ്റിയില്ല. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. പിന്നെ ഈ ഏരിയയിൽ മെയിൻ വാഹനം ഓൾട്ടോ ആണ് കേട്ടോ, മാരുതി ഓൾട്ടോ കാറ്. ടാക്സി വരെ ഇവിടെ ഓൾട്ടോയാണ്. ഇന്നോവ, ഓൾട്ടോ, സൈലോ, ജിപ്സി, ഇതാണ് ഈ ഏരിയയിൽ കാണുന്ന പ്രധാന വാഹനങ്ങൾ. ടാക്സികൾ കൂടുതലും ഓൾട്ടോ തന്നെയാണ്. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്ന ഈ ഏരിയയിലെ മരങ്ങളൊക്കെ ഒരു മഞ്ഞ കലർന്ന പച്ച നിറ. അതും പടർന്ന് നിൽക്കുന്ന വലിയ മരങ്ങളൊന്നുമില്ല, ഒക്കെ ചെറിയ മരങ്ങൾ. ചിലപ്പോൾ മണ്ണും ഓക്സിജനും ഒക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ ലഡാക്കിലേക്ക് വന്ന വഴിയിലുണ്ടായിരുന്ന തണുപ്പും അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിലെ ആ ഒരു സിറ്റുവേഷനും അതൊക്കെ മാറി ലഡാക്കിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ ഡ്രസ്സിൽ പുറത്തുകൂടെ ഇറങ്ങി നടക്കാമെന്നുള്ളൊരു ടെമ്പറേച്ചറൊക്കെ ആയി. അതുപോലെ നൈറ്റ് ആയാൽ പോലും ഒരു പുതപ്പോ ഒരു സ്വെറ്ററോ ഉണ്ടെങ്കിൽ മതി എന്നുള്ളൊരവസ്ഥയായി. പിന്നെ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ കാര്യം. ഒരു പ്രീപെയ്ഡ് സിമ്മും ഇവിടെ വർക്ക് ചെയ്യില്ല കേട്ടോ. BSNLും എയർടെല്ലും ഒക്കെ അവരെ പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ വർക്ക് ചെയ്യും. ഇൻ്റർനെറ്റ് പിന്നെ 4G എന്ന് പറയുന്ന സാധനമേ ഇല്ല ഇവിടെ. ആകെ വല്ല ടൗണിൽ ഏതെങ്കിലും മൂലയിലൊക്കെ ചെന്നാൽ 3G കിട്ടിയാലായി. അതും വളരെ സ്ലോ ആണ്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഭരണപരമായ മാറ്റങ്ങളൊക്കെ കാരണം എല്ലാ നെറ്റ്വർക്കുകളും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. കുറച്ച് കാലം കഴിഞ്ഞാൽ ബ്ലോക്ക് മാറും. പക്ഷെ മാറ്റിയാലും എല്ലാ നെറ്റ്വർക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് വാട്സപ്പും ഫേസ്ബുക്കും പോയിട്ട് ഗൂഗിൾ മാപ്പ് പോലും നോക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ലേ എത്തി. ഇന്നിവിടെ സ്റ്റേ ചെയ്ത് ഒന്ന് നടന്ന് കണ്ട് നാളെ കർദംഗല ടോപ്പിലേക്ക് പോകാനാണ് പ്ലാൻ. റോഡിൽ കണ്ട ആളോട് വഴിയൊക്കെ ചോദിച്ച് കൺഫേം ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. ബാക്കി കഥ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയാം.